ഹായ്, എന്താ പാടെ? സുഖല്ലേ? ഞാനിപ്പോ ഗോതമ്പുണ്ടൊക്കെ തിന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ജയിലിലല്ലാതെ എന്താ കിട്ടണില്ലേ? ഇതാ കണ്ടോ, എന്റെ പിന്നില് ഗ്രില്ലൊക്കെ കാണുന്നുണ്ടോ? ജയിലിന്റെ ഗ്രില്ല. സാജിദാക്കോളെ മഞ്ചേരിത്തെ ഫോളോവേഴ്സ് വിളിച്ച് പറഞ്ഞു കൊടുത്താത്രേ. ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ട്, ഞാൻ മാസ്ക് ഇടും, ഷെഡ് ഇടും, ഇനി രണ്ടും ഇട്ടില്ലാന്നും വരും. അതിനെന്താ വിളിക്ക്? വെറുതെ എന്തെങ്കിലും കുറെ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുക. ഇപ്പൊ ഒരു കാര്യം ഞങ്ങളത് സീരിയസ് ആയിട്ട് പറയാൻ വന്നതാ. അത് വേറെ ഒന്നുമല്ല. അതായത് ഈ സാജിദയുടെ വിഷയത്തിൽ ഞാൻ ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്തതാ. ഈ കംപ്ലീറ്റ് ചെയ്തത് എന്താന്ന് പറഞ്ഞാല്, ആദ്യം ഇതൊരു രസമായിരുന്നു. എങ്ങനെ ഓളോട്ടൊരു മത്സരത്തിനും ഓള് ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്നുള്ളതിന് ഞാൻ ഓരോന്ന് പ്രൂവ് ചെയ്തിട്ട് അവസാനം ഇതൊക്കെ ഈ സബ്ജക്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ഓളെ കുറിച്ചിട്ട് പറയുന്നത്? അതായത് ഓള് കാരണമാണ് ഓളെ ഭർത്താവ് ആത്മഹത്യ നിൽക്കുന്നത്. ഓളെ ഉമ്മാടെ ഉടുതുണിയില്ലാത്ത വീഡിയോസ് തന്നെ ഓള് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അതിലുപരി ഈ 5 മക്കളെ ഇവിടെ നിർത്തിയിട്ട് ഓൾക്ക് ഈ എന്താ പറയാ ബാങ്കിൽ പൈസ വന്നതോടുകൂടി ഈ 5 മക്കളെ ഇവിടെ നിർത്തിയിട്ട് ഓള് ചെറിയ ചെറിയ ചെക്കന്മാരെ പിന്നാലെ കറങ്ങാൻ പോയി. ഇതൊക്കെ ഞാൻ തെളിയിച്ചതാണ്. ഒന്നും ഞാൻ ബെൻഡിങ് വെച്ചിട്ടില്ല, എല്ലാം ഞാൻ തെളിയിച്ചതാ. ഇവളുടെ കാരണമാണ് ഇവളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതെന്നും അതിന്റെ പേരിൽ കുടുംബവും കൂട്ടക്കാരും പള്ളി മഹലും പോലീസ് സ്റ്റേഷനും നാട്ടിലൊക്കെ പാടെ കൂടിയിട്ട് മണ്ണാർക്കാട്ടിക്ക് ഇങ്ങോട്ട് കെട്ടിച്ചതാ. അതിനെ ഏറ്റെടുക്കാൻ അതേപോലെ ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു. സെലീന എന്ന് പറഞ്ഞിട്ട് ഒരുത്തിയാണ് ഇപ്പൊ ഓളങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞ മാതിരി ഓള് രണ്ടാളും അതിനുള്ള മാച്ചുള്ള ആളുകളാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ഇനിയിപ്പോ ഞാൻ ഇവളെ കുറിച്ചിട്ട് എന്ത് പറയുമ്പോഴും ഇനി അതിമൊരു പുതുമല്ല. കാരണം ഓൾറെഡി ഞാൻ എന്താണോ തെളിയിക്കാൻ നിന്ന് അത് മുഴുവൻ ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അതിൽ കടന്നു വരിക. പിന്നെ ഇവളെ മെയിൻ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇങ്ങോട്ടുള്ള പ്രശ്നം കഴിഞ്ഞോട്ട് കൂടെ ഓള് ആദ്യം കുറച്ച് ചൂടുവെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ആ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇടുക, എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് പഞ്ചാര ഇടുക, ഇപ്പൊ കട്ടൻ ചായ റെഡി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഓള് വീഡിയോ ഇട്ടു. അതേമാതിരി പരിപ്പ് കറി എങ്ങനെ വെക്കുക, മിരിങ്ങാത്തോരൻ എങ്ങനെ വെക്കുക. ഇതിനൊന്നും ആളില്ല. 1K വ്യൂസ് 2K വ്യൂസ് ഇതാണ് കിട്ടുന്നത്. പിന്നെ പോരാത്തിന് ഓൾക്ക് ഭയങ്കര അപമാനം ഉണ്ടായ ഒരു വിഷയമാണ് എന്ത് കാണുന്നോല് പറയുന്നത്, ഷെരീഫ് കാരണം നന്നായില്ലേ, ഷെരീഫ് എന്നെ ഒതുക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻസൾട്ട് ഓളം ഉള്ളിൽ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. എന്നിട്ട് ഓള് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ അന്ന് തന്നെ ഓള് ആ വീഡിയോ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒക്കെ വിട്ടു. അതിന് ഓള് ചോദിച്ചില്ല മറുപടി ആയിട്ട് മാത്രം ഞാൻ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അത് വലിയൊരു ചാറ്റിംഗാന്ന് പറഞ്ഞോളൂ ഇട്ടു. ഇതൊന്നും ഓൾക്ക് ഒന്നും ഏൽക്കണില്ല, ആരും അങ്ങോട്ട് കയറി വിശ്വസിക്കണില്ല. അപ്പൊ ഇവള് ഓരോ കഥകളായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വരിക. ഇതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുക, സമാധാനം പറയാന്ന് പറയുമ്പോൾ ഓളെ തരത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെ താന്ന് ലോക്കലായിക്കൊണ്ടിരിക്കുക. അതെന്തായാലും എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യമാണ്. ഒരു കാര്യഗൗരവം വരുമ്പോഴല്ലേ അതിന് നമ്മൾ പ്രതികരിക്കേണ്ടുള്ളൂ. ഇതിപ്പോ ഇവള് ഈ റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്ന് കൊണേനെ കൊണക്കിണീനൊക്കെ പാടെ. ഓൾക്കും ആ ഫാത്തിക്കും ആകെ അറിയണ എന്താ പറയുക, ഉത്തരമല്ല തെറിയാണ്. അത് ഒരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നല്ല പോലെ ബോധ്യമുണ്ട്. ഫാത്തിലൊക്കെ കാര്യത്തിൽ ഫാത്തി എല്ലാ കാലം അവിടെ ഇരിക്കൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് വരട്ടെ. പിന്നെ ഫാത്തി എന്താ പറയാ മൊബൈൽ വഴി ഇൻസ്റ്റഗ്രാമിന്നും ഫേസ്ബുക്കിൽ നിന്നും എന്റെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് വലിയ തെറിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോ, കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ഞാൻ ഓന്റെ വാപ്പാടിയും ഓന്റെ അഞ്ചന്റെയും മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോകുന്നതാ. അത് ഞാൻ അടുത്ത് പോസ്റ്റ് ചെയ്യാത്ത എന്താന്ന് ചോദിച്ചാല്, അത് പോസ്റ്റ് ചെയ്യാൻ ഞാൻ അത്ര വിദ്യല്ല. അത് നമുക്ക് നമ്മളായിട്ടുള്ള കുഴി ഒരുക്കലാണ്. ഞാൻ സാജിദ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സാജിദ അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞിട്ട് എനിക്ക് ആരും ഷെയർ ചെയ്യണ്ട. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പൊ ഇന്നലെ ഞങ്ങള് അവിടെ ചെക്കന്മാരിയ്ക്കുന്ന സമയത്താണ് സാജിദ അൽഹംദുലില്ലാഹ് എന്താ പിടിച്ചിക്കണു, തൂക്കി കയറുമ്പോ കെട്ടിക്കണു, ഇപ്പൊ തൂക്കി കൊല്ലും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത്. ഞങ്ങൾ തന്നെ ഇരുന്ന് ചിരിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്നാ പോട്ടെ എന്നും പറഞ്ഞു ഞാൻ ആ വരുന്ന വൈക്കെന്നാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. പിന്നെ ഒരു കാര്യം എന്താ അറിയോ, ഇത് സോഷ്യൽ മീഡിയ, ഇതിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടാകും, തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. എന്തുണ്ടെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെ നമ്മളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ നമ്മൾ പ്രതിയല്ല എങ്കിൽ കൂടി പോലീസിന് വിളിച്ചിട്ട് അത് ചോദിക്കേണ്ട ഒരു കടമ ഉണ്ട്. അവർ വിളിച്ചാൽ പോവുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഇനിയിപ്പോൾ ജയിലിൽ കടക്കേണ്ടി വന്നാലും ശരി, ഞാൻ ഒരാണല്ലേ, അല്ലാതെ ഭർത്താവിനെ കൊന്നിട്ടും ഓൾ ഇത്തിരി ആ ഭർത്താവിന്റെ പേരിൽ തന്നെ പിരിവും നടത്തിയിട്ട് ഇങ്ങനെ നടക്കണമെന്നില്ലല്ലോ.
അത്രയും ചീപ്പൊന്നും അല്ലല്ലോ. പിന്നെ ഈ പറയുന്ന ഫാത്തി എന്ന് പറയുന്ന ഓനും കുടുംബം വിറ്റ് ജീവിക്കുന്നതാണ്, ഓന്റെ പെണ്ണുങ്ങളെ അവിഹിതം പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളാണ്. മക്കളെ കാണിച്ചുകൊണ്ട് പുതിയ പുതിയ പെണ്ണുങ്ങളെ ഓന്റെ അടുത്തേക്ക് വരുത്തുന്ന ഒരു ട്രാപ്പായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഈ ഫാത്തി. പിന്നെ ഫാത്തിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് ഓന്റെ പെങ്ങളുടെ കാര്യത്തിലായാലും ഓന്റെ വാപ്പാടെ കാര്യത്തിലായാലും ശരി, ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ഒരു പൊള്ളുമില്ല. അത് ഞാൻ എവിടെ വേണമെന്നുണ്ടെങ്കിലും ആരുടെ മുമ്പിലും പറയും. ഞാനിത് എൻ്റെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഞാൻ പറയണത്. എൻ്റെ ഈ വണ്ടിയുടെ അകത്ത് ഇരുന്നിട്ട് അവൻ്റെ വാപ്പാടെ മുഖത്ത് നോക്കി ഞാൻ ചോദിച്ച ആളാണ്, എന്ത് നിങ്ങളെ മകളെ MDMനല്ലേ പോലീസ് പിടിച്ചത് എന്നുള്ളത്. പിന്നെ മൂപ്പർക്ക് ആദിവാസിയിൽ ഒരു കുട്ടി ഉണ്ട് എന്നുള്ളതും ഞാൻ ചോദിച്ചിരിക്കണു. അപ്പോൾ ഇതൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ അടുത്തുണ്ട്. ഞാനത് ചോദിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങനെ മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കും. അതിന് ഗഡ്സില്ലാത്തവര് ഇതിന് നിൽക്കരുത്. അപ്പൊ മൊബൈലിൽ കൂടെ എന്തും പറയാം. പിന്നെ ഈ തീട്ട കേസിന്റെ പിന്നാലെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ, അടുത്ത കണ്ടന്റും ചെയ്യണല്ലോ. അപ്പൊ ഓൾ എന്തോ വെച്ചാൽ പറഞ്ഞോട്ടെ, അത് പ്രശ്നമില്ല. അതൊക്കെ ഞാൻ തെളിയിച്ച കാര്യമാണ്. ഓൾ എത്രത്തോളം ഫ്രോഡാണ്, എങ്ങനത്തെ പെണ്ണാണ്. പിന്നെ മാത്രമല്ല ഓളെ വീഡിയോ ഒക്കെ എല്ലാവരും ഒരുവിധപ്പെട്ടവരൊക്കെ കണ്ടതാണ്. 10-13 വീഡിയോ ഇറങ്ങിയിരിക്കണു. അത് പലരും കണ്ട ആളുകളാണ്. അതിലെന്താണെന്നും അറിയാം. എന്നിട്ട് ഓള് പറയണത് ഓള് ഭയങ്കര കുടുംബിനിയാന്നാണ്. ഇപ്പൊ ഇന്നലെ കോഴിക്കോട് ഇരുന്നിട്ടാ ഓള് പറയണത്, എന്ത് പൊക്കിട്ടോ ഷെരീഫിനെ പൊക്കിട്ടോ. ഓള് തേച്ച ക്രീം തന്നെ ഓൾക്ക് മെനെ അയക്കണു. ഈ ഒരു മുഖം മാത്രമേ ഉള്ളൂ ആ ക്രീം തേച്ചിട്ടുള്ള ഒരു ഇത്. ബാക്കി ഒക്കെ കണക്കാ, അത് കണ്ടോലിക്കറിയും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതുകൂടി. അപ്പൊ അതല്ല പ്രശ്നം. അപ്പൊ ഞാൻ പറയാ, എനിക്കിതിന്റെ പിന്നാലെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളും ലോക്കലായി കൊണ്ടിരിക്കുകയാണ്. അതിന് എനിക്ക് താല്പര്യമല്ല എന്ന് വെച്ചിട്ട് ഒരു വിട്ടുവീഴ്ചക്കും ഷെരീഫ് തയ്യാറല്ല. ഞാൻ കൊടുക്കേണ്ട ടൈമിൽ തന്നെ കൊടുത്തുക്കണു. അതും വാങ്ങി വന്ന് കാജും കാലും പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞ് ഒഴിവാക്കി വിട്ട ഓള് വീണ്ടും റീച്ചിന് വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ കട്ടൻ ചായ വെക്കണതും മുരിങ്ങാക്കറി വെക്കണതും റീച്ച് കിട്ടണില്ല. അപ്പോൾ ഓൾ എന്ത് ചെയ്തു, ഇതിമ കൂടി റമളാന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫണ്ട് ഓൾക്ക് വന്നിക്കണു. തന്നെ അതിന്റെ ഗുണം കാണുന്നുണ്ടല്ലോ. ഈ ഫണ്ട് അയച്ചു കൊടുക്കണ ആദ്യം ആളുകളെ ചവിട്ടണം. എന്തിനറിയോ, ഇവൾക്ക് ഇത്തരം ആളുകൾക്ക് ഫണ്ട് അയച്ചു കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാല്, ആ മക്കളില്ലേ, ആ മക്കൾക്ക് അതിന്റെ തള്ളനെയും കൂടി നഷ്ടപ്പെടുകയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവള് പെറ്റനെ ഇവിടെ ഇട്ടിട്ട് ഓളാണ് പോവും. ഓളേതെങ്കിലും ഇപ്പോ ലോട്ടറിക്കാര്, മീൻകാര്, ഇതൊക്കെയാണ്. ചെറുക്കന്മാരൊന്നും കിട്ടണില്ല അപ്പോ. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ അധികം കളിക്കാത്ത ആളുകൾ ഉണ്ടാവില്ലേ, ഓലൊക്കെയാണ് ഇപ്പൊ വരാ. അപ്പൊ ഇനി നിസ്കരിച്ചുമ്പോ നമ്മൾ എടുത്തു പറയേണ്ട ഒരു ദ്വയം കൂടിയാണ് സാജിദാന്റെ പിന്നെ ഷർറിന്ന് തൊട്ട് കാക്കണേന്ന് അങ്ങനത്തെ ഒരു വസ്തുക്കും മാറിയിരിക്കുന്നത്. ഇബിലീസ് വരെ ബോളുണ്ടെങ്കിൽ ആ ജില്ലയ്ക്ക് പോകൂല എന്നാണ് കേട്ടിരിക്കുന്നത്. കാരണം ഇവിടെന്നെ മതി, അത്രക്കുണ്ട്. എന്നിട്ട് ഓളെ സഹായിക്കാൻ നമ്മുടെ കായും പിന്നെ ഇതിന്റെ നേരെ ഒരു ഫോട്ടോസ്റ്റാറ്റില്ലേ വേറൊന്ന്, അടിക്കടിക്ക് കല്യാണം കഴിച്ചും കൊണ്ട് എന്നിട്ട് അടിക്കടിക്ക് കേസ് കൊടുത്തും കൊണ്ട് അതിന്റെ വേറെ കണ്ടന്റ് ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. ഒരു രണ്ടാളുണ്ട് തൊടൂരിൽ നിന്ന് അലാക്ക് ലൈവ് ഇട്ട് വെക്കണം. നിങ്ങൾ കണ്ടുക്കണല്ലേന്ന് അറിയില്ല. അപ്പൊ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു, ഷെരീഫേ ഇജന്റെ ക്വാളിറ്റി കളയരുത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നാലെ പോകണ്ട, ഓള് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിക്കണം. കാരണം ഇപ്പൊ ഓൾക്ക് സംഭാവന പിരിവ് കിട്ടുന്നില്ല. കാരണം ഇനിയൊരു കൊല്ലം കഴിയണ്ടേ റമദാൻ വരണമെങ്കിൽ. അപ്പോഴത്തേനും ഓൾ അതിനുള്ള വേറൊരു മറുകണ്ഠം കാണും എന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയിട്ട് ഓളിപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടാണ്. ഓളെന്താ കുറെ തെറിയല്ലാതെ വേറെ ഒന്നും ഒരു കഴമ്പില്ല കാര്യം പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും സത്യമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ, നമുക്ക് മറുപടി കൊടുക്കാം, അതൊന്നുമില്ല. അപ്പോൾ ഓൾ അങ്ങനെ പറഞ്ഞോട്ടെ. അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇജേ നാറുള്ളൂ. കാരണം എൻ്റെ ചാനലിനെ അത് ക്വാളിറ്റി ഇല്ലാതെ ആക്കുള്ളൂന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പറഞ്ഞ ആളുകളുടെ പേര് ഈ ഒരു വിഷയം കൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, നമ്മളൊക്കെ എത്ര കാര്യത്തിലും ഇവരെടുക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞതും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ തന്നെ. ഓൻ ഈ ചെറിയ മക്കളെയും കാണിച്ചിട്ടാണ് പല പെണ്ണുങ്ങളെയും ഓൻ്റെ റൂമിലേക്ക് വരുത്തുന്നതും, അല്ലെങ്കിൽ ഓൻ മറ്റുള്ളവരുടെ റൂമിലേക്ക് കയറി ചെല്ലാൻ ഉണ്ടാക്കുന്ന ഒരു എന്താ പറയാ, ഒരു മറ മാത്രമാണ് ഈ മക്കൾ. അല്ലാതെ മക്കളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതിപ്പോ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയൂല. കാരണം അവന്റെ കാട്ടിക്കൂട്ടലും മക്കളെ കാട്ടിക്കൂട്ടലൊക്കെ അങ്ങനെയാണ്. പക്ഷെ അവന്റെയൊക്കെ തൊള്ളയിൽ നിന്ന് വരുന്ന തെറി എന്ന് പറഞ്ഞാല് ഈ സാജിദല്ലേ, ഈ സാജിദ് ഇവരും തമ്മിൽ സെയിം. അന്ന് സാജിദാടെ പെരക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അതപ്പതില്ല. പക്ഷെ ഇവന്റെ ഈ സാജിദ മാത്രമേ ഉള്ളൂ ഈ സാജിദാടെ ഫാമിലിയിൽ ഇത്രയും അതപ്പതിച്ചിട്ടുള്ളത്. പക്ഷെ ഇവന്റെ ഫാമിലിയിൽ അങ്ങനെയല്ല. ഇവന്റെ ഫാമിലിയിൽ മൊത്തം എങ്ങനെയാണ് എല്ലാം. വാപ്പാടെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വാപ്പ കുറെ കാലം ഒളിവിലായിരുന്നു. ആദിവാസി പെണ്ണിനെ വയറ്റിലാക്കി, അതിൽ കുട്ടിയുണ്ട്. ഈ ഫാത്തിയുടെ അതേമാതിരത്തെ അതേ വലുപ്പത്തിലൊരു കുട്ടിയുണ്ട്. ഇപ്പോൾ അടുത്ത് മോന്റെ കല്യാണം, ഫാമിലിയിലൊരു കല്യാണം നടക്കുന്നതിന്റെ തലേ ദിവസം ഇവന്റെ അനിയനെ അടിച്ച തൊണ്ടും ചെറിയും പൊട്ടിച്ചിട്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഓൻ നടന്നിരുന്നത്. എന്നിട്ട് ഓൻ പറഞ്ഞത് ഞാൻ ബൈക്കുമെന്ന് ഉണക്കുക എന്നാണ്. എന്തിനറിയോ, സ്വന്തം കുടുംബത്തിൽ പെങ്ങളെ പോലെ കാണേണ്ട ഒരു പെണ്ണിനോട്
ഓൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു, അത് കയ്യോടെയാണ് കണ്ടു, ആളുകൾ നല്ല വട്ടാണ് പൂസി. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഈ ഫാത്തിയുടെ ഫാമിലിയിലുണ്ട്. പിന്നെ ഫാത്തിയുടെ ഫാമിലിയിൽ അറിഞ്ഞിട്ട് ഓന്റെ പെങ്ങളെ വീട്ടിൽ കൂടിയും കയറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ MDMന്റെ പേരിൽ ഇവളെ പിടിച്ചോളൂ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. കുറെ ട്രീറ്റ്മെന്റ് കൊടുക്കാനൊക്കെ നോക്കി, അതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ പെരീന്നൊക്കെ കുടുംബത്തൊക്കെ പുറത്താണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പൊ സാജിദ് എങ്ങനെ നടക്കണത് അതേമാതിരി ഓന്റെ പെങ്ങൾ നടക്കണത്. സോഷ്യൽ മീഡിയയിൽ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചെന്നപ്പോ അവിടുന്ന് വേറെ അയലോക്കത്തിലെ ആളുകൾ പറയാം, ഈ ഇടയ്ക്ക് ഓന്റെ പെങ്ങൾ 40,000 രൂപ ആരായിരുന്നു വാങ്ങിയിട്ട് ഇൻസ്റ്റഗ്രാം വഴി വാങ്ങിയിട്ട് പരിചയപ്പെട്ടിട്ട് വാങ്ങിയിട്ട് ആ ആളുകൾ വന്നിത്രേ എന്തിന് ഇത് ചോദിക്കാൻ വേണ്ടി. അപ്പോഴും ഓല് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കി. കാരണം അങ്ങനെയാണ് ആ ഫാമിലിക്ക് പോയി കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഉത്തരവാദിത്വം അല്ല. ഞാൻ എന്തായാലും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഞാൻ അത് പറയുന്നത്. ഇവരോ ഒരാൾ കാരണം മാപ്പിളയും പോയി, ഒരാൾ കാരണം പെണ്ണുങ്ങളും പോയി. എന്നിട്ട് ഓല് ഭയങ്കര കുടുംബസ്നേഹികളോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന വിഷയങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി കൊടുക്കണമെന്നില്ല. അപ്പൊ നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസമില്ലാത്ത മാതിരിയാണ് ഇവര് പറയുന്ന കഥകൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കാന്ന്. അത് വലിയ ഉള്ളതാണെങ്കിലല്ലേ പേടിക്കേണ്ടുള്ളൂ. ഇല്ലാത്തൊരു വിഷയമാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കുന്ന സഹായത്തെ ഷെരീഫ് തടയില്ല. പക്ഷെ ഇത് ഞാൻ 100% എനിക്ക് ഉറപ്പ് തരാം. നിങ്ങൾ ഈ സാജിദാക്ക് ഓളുടെ QR കോഡ്ക്ക് അയച്ചു കൊടുക്കുന്ന കാശ് കിട്ടുമ്പോൾ ആ കാശ് എങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നും കൂടി അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊടുക്കുന്ന കാശില്ലേ അതുകൊണ്ട് ഓള് ചെയ്ത് കൂട്ടുന്ന തെറ്റുകൾ അത്രയും വലുതാണ്. സമൂഹത്തിന് ഒരു ഉപകാരമില്ലാതെ നടക്കുന്ന ഒരു പെണ്ണാണ് ഓള്. ഇവൾ അടിക്കടിക്ക് പറയുന്നൊരു വിഷയമുണ്ട്, എനിക്ക് 5 ആമക്കളാണ് എന്നുള്ളത്. ഈ 5 ആമക്കളുണ്ടല്ലോ, ഈ 5 ആമക്കളും ഒരു കാലത്ത് 5 വഴിക്ക് പോകും. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത്രക്ക് ഇവള് ഇന്ന് ചെയ്തു കൂട്ടുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഒരു മക്കൾക്കും സ്വന്തം ഉമ്മാന്റെ ഇത്തരത്തിലുള്ള വീഡിയോസോ ഫോട്ടോസോ അതല്ലെങ്കിൽ വായിന്ന് വരുന്ന ഇത്തരത്തിലുള്ള എന്താ പറയുക തെറികളോ ഇതിനൊന്നും ഒരാമക്കൾക്കും ഒരു യോജിപ്പ് ഉണ്ടാവില്ല. ഇവള് സ്വയം മക്കളിൽ വിചാരിക്കണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കവീർ പൊന്നമ്മന്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കുക സിനിമയിലെ അതേമാതിരി വലുതായ സ്നേഹിക്കും എന്നുള്ളതാ. അതാണിപ്പോ ഇവളെ കണക്കൂട്ടൽ. അതുകൊണ്ടാണ് 5 മക്കളാണ്, 5 ആൺമക്കളാ തൊള്ളക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇപ്പോഴേ ആ മൂത്ത ചെറുക്കൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം. സ്വന്തം അമ്മാന്റെ പേരിൽ ഇത്തിരി ആളുകൾ ഇത്തിരിയും തെറിയും വിളിച്ചും കൊണ്ടും പറഞ്ഞും കൊണ്ടും അതോ ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞും കൊണ്ടും എന്തില്ലേ. അതൊന്നും ഓൾക്ക് പ്രശ്നമില്ല. ഓളിപ്പോ മറ്റുള്ളവർക്ക് ഏത് കുട്ടിയാണെന്ന് നോക്കി നടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ തീട്ട കേസ് അങ്ങനെ പറഞ്ഞോട്ടെ, അതിനൊന്നും മെയിൻ ചെയ്യണ്ട. ഓൾക്ക് കണ്ണീരും കഥ. ഇപ്പൊ ഈ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് ആ കുട്ടീനെ TC വാങ്ങിയിട്ട് ഒഴിവാക്കി വിട്ടതാണ് ഇവളെ ചെറുക്കിനെ. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം അത് അവളുടെ ക്വാളിറ്റി കൊണ്ടാണ്, ഇവളുടെ ഒരൊറ്റ സ്വഭാവ ഗുണം കൊണ്ടാണ് ഈ മക്കളെ എവിടെ ആരും നിർത്താതെ ഒഴിവാക്കി ഇങ്ങനെ വിടുന്നത്. ഒരു നേരത്തിൽ ഒരാൾ ചിരിക്കാൻ പോലും ഇല്ല അവൾക്ക്. എന്നിട്ടും അവളെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ. ആ ചന്ദന മുറിച്ച കേസില് കാരണം പോലീസുകാർക്കുമ്പോഴായിട്ട് മെനയണെന്ന്. അതായത് ഈ കോടതി ആയാലും പോലീസുകാരും പറഞ്ഞ പോലെ ബാച്ചിട്ട് ഇങ്ങനെ കരയിൽ നിന്നിട്ട് ഇതാണ് ഓളവസ്ഥ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മാപ്പ് കൊടുക്കാത്തവനും കൊടുക്കും. ആ റമദാന്റെ തലയത്ത് വന്നിട്ട് ഒരേറ്റ കരച്ചില്ല. നമ്മളെന്തെങ്കിലും ചെയ്തിക്കുക വിചാരിക്കും. എന്നിട്ട് അപ്പോഴും പറയണ്ട പൊന്നാല മംഗളജി കരച്ചിലൊന്നും നിർത്തുക എന്താ എന്റെ പ്രശ്നം എന്നത്. അങ്ങനെ ഒഴിവാക്കി വിട്ടതാ. കുറച്ചും കഴിഞ്ഞേക്ക് തിരിഞ്ഞില്ലേ. ഇപ്പൊ ലോകത്ത് ഇവൾക്ക് ആരോടും ഒരു ആത്മാർത്ഥതയില്ല. സ്വന്തം അമ്മാനോടില്ലാത്തവർക്ക് മറ്റൊരാളോട് ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ തന്തനെയും തള്ളനെയും ഒക്കെ മാറ്റി നിർത്തിയിട്ടും അവരെ സമൂഹത്തിൽ മോശക്കാരായി ജീവിക്കുന്ന ആളുകളുടെ എത്ര തേനും പഞ്ചാരിയുള്ള വാക്കാണെങ്കിലും വിശ്വസിച്ചു പോകരുത്. ഇവൾക്ക് സഹായം എന്നും പറഞ്ഞ് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന കാശ് അവൾ എന്തെല്ലാം തമ്മാടിത്തരങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കണം. പിന്നെ ഒരു ഉളുപ്പില്ലാതെ അവൾ നിന്ന് പറയുന്നുണ്ടല്ലോ ഷെരീഫിനെ പോലീസ് പൊക്കി, ഷെരീഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ FIRന്റെ കോപ്പി ഒന്ന് പോസ്റ്റ് ചെയ്താ അതല്ലെങ്കിൽ വേണ്ട അവിടുന്ന് നിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത ആ ഒരു ചീട്ടിന്റെ ഇതൊന്ന് പോസ്റ്റ് ചെയ്താ എന്തെങ്കിലും എന്നെ കൊണ്ട് കജ്ജൂല. അപ്പൊ ഇങ്ങനെ എന്താ പറയാ ഇല്ലാ കഥകളാണ് ഇജ്ജ് പറഞ്ഞുണ്ടാക്കുന്നത്. അതിന് ഒരു ലിമിറ്റ് കണക്ക് ഉണ്ടാവും, പിന്നെ ഒരു പിടുത്തം ഉണ്ടാവും. അത് വരെ ശ്രമിച്ച്. പക്ഷെ ഞാൻ എന്നെ കുറിച്ച് പറയുന്നതോ ഫാത്തിനെ കുറിച്ച് പറയുന്നതോ ഇല്ലാ കഥകളല്ല, എല്ലാ എവിഡൻസ് സഹിതം ഞാൻ പറയുന്നത്. അതുകൊണ്ട് മകളെ നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേ. നിങ്ങളെ പിന്നാലെ ഇപ്പൊ വന്നിട്ട് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി തരലല്ല എന്റെ ഉദ്ദേശം. നിങ്ങൾക്കുള്ള പണിയൊക്കെ ഞാൻ അതിന്റെ ടൈം ആവുമ്പോൾ നല്ല വൃത്തിക്കും വെട്ടുപ്പിലും ഞാൻ തരണ്ട്. ഓക്കെ. ഫാത്തി വിചാരിക്കുന്നത് എന്നും അവൻ അവിടെ ഇരിക്കുന്നതാണ്. അതവന്റെ വിചാരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടോളി, എല്ലാം കണ്ടോളി. അപ്പൊ